വെസ്റ്റ് ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. അവിടെ ബി.ജെ.പി. അധികാരം പിടിച്ചെടുക്കാനുള്ള അതിശക്തമായ ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിലും ബംഗാളിലും ഇരട്ട എഞ്ചിൻ സർക്കാർ കൊണ്ടുവരുമെന്നാണ് അവരുടെ അവകാശവാദം. ബി.ജെ.പി. അവിടെ ലെഫ്റ്റിന്റെ തകർച്ചയ്ക്ക് ശേഷം ആ പൊസിഷനിലേക്ക് കടന്നു വരികയും വലിയ വോട്ട് വർധനവുണ്ടാക്കുകയും അവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായിട്ട് മാറുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യവും തൃണമൂൽ കോൺഗ്രസും ബി.ജെ.പിയും നേരിട്ടിട്ടുള്ള ഏറ്റുമുട്ടലാണ് തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. 294 നിയമസഭാ മണ്ഡലങ്ങളിൽ പശ്ചിമ ബംഗാൾ പരിശോധിക്കുമ്പോൾ അവിടെ പലയിടത്തും ബി.ജെ.പിയും തൃണമൂലും നേരിട്ടാണ് മത്സരം. കഴിഞ്ഞ തവണ ബി.ജെ.പിക്ക് ഉദ്ദേശിച്ച പോലെയുള്ള വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് സ്ഥിതി. ഇത്തവണ പിടിച്ചെടുക്കുമെന്ന് വീണ്ടും അവർ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത SIRൽ ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു പോയ, തള്ളപ്പെട്ടു പോയ ഒരു തെരഞ്ഞെടുപ്പാണ് വെസ്റ്റ് ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ നടക്കാൻ പോകുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും കോടതി നടപടികളും ബംഗാളിൽ തൃണമൂൽ തന്നെ, മമതാ ബാനർജി തന്നെ നേരിട്ട് നടത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തള്ളുന്ന വിഷയം അവിടെ നിൽക്കേണ്ട, മുസ്ലിങ്ങളടക്കമുള്ള വിഭാഗങ്ങളെ വോട്ട് തള്ളുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെയുണ്ട്. പക്ഷെ അവിടെ പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങളുടെയും നിരവധി ആളുകളുടെ വോട്ടുകൾ തള്ളിയിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ബി.ജെ.പിയെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ സ്ഥാനാർത്ഥികളെ തന്നെ പല സമയത്ത് പ്രചരണ വേളകളിൽ ഇത്തരത്തിൽ അവിടെയുള്ള ആളുകൾ അതിരൂക്ഷമായി പ്രതികരിക്കുന്നതും നേരിടുന്നതുമൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നിലവിലുള്ള ഒരു അവസ്ഥയിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ബി.ജെ.പിക്കെതിരെ ജയസാധ്യതയുള്ള, ഭരണം നിലനിർത്താൻ സാധ്യതയുള്ള കക്ഷി എന്നുള്ള ആനുകൂല്യം തൃണമൂൽ കോൺഗ്രസിന് സ്വാഭാവികമായിട്ടും ലഭിക്കും. ബംഗാളിൽ പരമ്പരാഗതമായിട്ടുണ്ടാവുന്ന ഹാൻഡി ഹിന്ദുത്വ, ഹാൻഡി ബി.ജെ.പി., ആന്റി RSS വോട്ടുകളിൽ വലിയൊരു ശതമാനവും അതുമൂലം തമിഴ്നാട് പോലെ തന്നെ ബംഗാളിൽ അത് മമതാ ബാനർജിക്കും TMCക്കും ഗുണകരമാവുന്ന രീതിയിൽ ഭവിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ബി.ജെ.പി. അതിശക്തമായ വർഗീയ കാർഡുകളാണ് ബംഗാളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇറക്കിയിട്ടുള്ളത്. അവർ അത് തന്നെയാണ് തുടരുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നേട്ടം കൊയ്തെടുക്കാം എന്നുള്ള പ്രതീക്ഷയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നിരന്തരമായ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ, ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുകയും അത് വോട്ടാക്കി മാറ്റുക എന്ന പരമ്പരാഗതമായ അവരുടെ ദേശീയ രാഷ്ട്രീയത്തിൽ അവർ പയറ്റിത്തെളിച്ച് വിജയിച്ച ശൈലി തന്നെയാണ് വെസ്റ്റ് ബംഗാളിൽ അവർ തുടരുന്നുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇടതുപക്ഷം, ലെഫ്റ്റിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇത്തവണ കഴിഞ്ഞ തവണ കോൺഗ്രസുമായിട്ട് സഖ്യമുണ്ടാക്കിയാണ് ലെഫ്റ്റ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എങ്കിൽ പോലും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. കുറേ വർഷം, പതിറ്റാണ്ടുകൾ ഭരിച്ച ഒരു സംസ്ഥാനത്ത് സമ്പൂർണമായിട്ടും അവർ പുറന്തള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷെ ഇപ്രാവശ്യം അവർ തെരഞ്ഞെടുപ്പിനെ കുറച്ചും കൂടി കാര്യക്ഷമമായി നേരിടാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവരുടെ സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കുന്നത് മുതൽ, പുതിയ അലയൻസുകൾ സൃഷ്ടിക്കുന്നത് മുതൽ, എല്ലായിടത്തും ജനങ്ങളെ കണ്ടുകൊണ്ട് വലിയ ചെലവുകളില്ലാതെ, വലിയ കോലാഹലങ്ങളില്ലാതെ ജനങ്ങൾക്കിടയിൽ ചെന്നുകൊണ്ട് ആ വോട്ടുകൾ ചോദിച്ച് വാങ്ങിയെടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തൃണമൂലിനെതിരെയും ബി.ജെ.പിക്കെതിരെയുമായ നിലപാടുള്ള ആളുകളുടെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതും, തൃണമൂലിനെതിരായ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് പോവാതെ, ഒരു മമതാ ബാനർജി വിരുദ്ധ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് പോകാതെ തങ്ങളിലേക്ക് കൂടി കൊണ്ടുവരിക എന്നുള്ളതും, തങ്ങളുടെ പരമ്പരാഗതമായ നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതും ബംഗാളിൽ തിരിച്ച് നിയമസഭയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കുക എന്നുള്ളതുമാണ് ലെഫ്റ്റ് ഉദ്ദേശിക്കുന്നുള്ളത്. കോൺഗ്രസ് സ്വന്തം നിലക്കാണ് ബംഗാളിൽ മത്സരിക്കുന്നത്. എല്ലാ സീറ്റിലും അവർ മത്സരിക്കുന്നുണ്ട്. മറ്റു അലയൻസ് ഒന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ ഇവിടെ തൃണമൂൽ കോൺഗ്രസ്, ബി.ജെ.പി., ലെഫ്റ്റ് സഖ്യം, കോൺഗ്രസ്, ഇങ്ങനെയാണ് മത്സര ചിത്രം. വ്യക്തമായ മേൽക്കോയ്മ ഇതിൽ തൃണമൂൽ കോൺഗ്രസിനുണ്ട്. കാരണം ബംഗാൾ ബി.ജെ.പിയെ മാറ്റി നിർത്താൻ തീരുമാനിച്ചാൽ അതിന്റെ ഗുണഭോക്താവുക ഇടതുപക്ഷമോ കോൺഗ്രസോ ആയിരിക്കില്ല. സ്വാഭാവികമായിട്ടും മമതാ ബാനർജി ആയിരിക്കും.
ഈ തെരഞ്ഞെടുപ്പിൽ അത്തരം ഒരു സാഹചര്യം തന്നെ ഉണ്ടാക്കാനായാൽ, അതായത് ആന്റി BJP എന്ന പരമ്പരാഗത ബംഗാൾ സ്റ്റൈൽ തന്നെ തുടർച്ചയായി നടന്നാൽ മമതാ ബാനർജി അധികാരം തുടരാൻ തന്നെയാണ് സാധ്യത. മറ്റുള്ള സാഹചര്യങ്ങളൊന്നും ഇവിടെ പ്രസക്തമല്ലാതായിട്ട് മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. മമതാ ബാനർജി വീണ്ടും സുവേന്ദു അധികാരി, ഇതാണ് ഈ ഒരു മത്സര ഫോർമാറ്റ് എന്നുള്ളത്. BJPക്ക് വേണ്ടി സുവേന്ദു അധികാരിയാണ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത്. മമതാ ബാനർജിക്കെതിരായ ഇവരുടെ ശ്രമങ്ങൾ എത്തരത്തിൽ ഏതുവരെ എത്തും എന്നുള്ളതാണ് നോക്കാനുള്ളത്. കഴിഞ്ഞ തവണ 48% വോട്ടാണ് തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചത്, 38% വോട്ടാണ് BJPക്ക് ലഭിച്ചത്. അഥവാ കൃത്യമായിട്ട് 10% വോട്ടിന്റെ വ്യത്യാസമാണ് അവർ തമ്മിൽ ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ 200 ജില്ലാനം സീറ്റ് നേടി കഴിഞ്ഞ തവണ തൃണമൂൽ അധികാരത്തിലെത്തി. 65 സീറ്റ്, അതായത് 65 സീറ്റ് മാത്രമാണ് BJPക്ക് നേടാനായത്. വലിയ വ്യത്യാസമാണ് സീറ്റ് നമ്പറിൽ ഉള്ളത്. ഇനി ഈ നിലവിലുള്ള സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് 291 സീറ്റിൽ, ആകെയുള്ള 294 സീറ്റിൽ 291ലും തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നു. 3 സീറ്റിൽ അവിടുത്തെ തന്നെ പ്രാദേശിക കക്ഷിയായ ഭാരതീയ ഗോർഖ എന്നുള്ള പാർട്ടിക്കാണ് നൽകിയിരിക്കുന്നത്. 3 സീറ്റ് അവർക്ക് തൃണമൂൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ 291ലും തൃണമൂൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. BJP ഒറ്റക്ക് തന്നെയാണ്. NDA എന്നുള്ള സഖ്യം പോലും ബംഗാളിലില്ല, അത്തരം സഖ്യ സാധ്യതകൾ പോലും ഇല്ല. BJPക്ക് ഒറ്റക്ക് തെരഞ്ഞെടുപ്പിനെ 204 നിയമസഭാ സീറ്റിലും നേരിടുന്നു എന്നുള്ളതാണ്. പിന്നീട് ഉള്ളത് ഇടതുപക്ഷമാണ്, ലെഫ്റ്റ് ഫ്രണ്ട് ആണ്. ലെഫ്റ്റ് ഫ്രണ്ടിലെ സീറ്റ് ഷെയറിംഗ് നമ്മൾ പരിശോധിക്കുമ്പോൾ CPIM ആണ് ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത്. ISF ഉണ്ട്, AAFB ഉണ്ട്, CPI ഉണ്ട്, RSP ഉണ്ട്, CPI ML ഉണ്ട്, MFB ഉണ്ട്, RCPI ഉണ്ട്, വെസ്റ്റ് ബംഗാൾ SP ഉണ്ട്, SDPI ഉണ്ട്, സ്വതന്ത്രരുണ്ട്. ഇതാണ് ഈ ഒരു ഇത് എന്നുള്ളത്. SDPI പോലും അവിടെ CPM അലയൻസിലാണ്, ലെഫ്റ്റ് ഫ്രണ്ടിന്റെ കൂടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ള ചിത്രം കൂടിയുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്കറ്റ് CPIM 195 സീറ്റിലാണ് മത്സരിക്കുന്നത്. ഫോർവേഡ് ബ്ലോക്ക് 1 സീറ്റിൽ മത്സരിക്കുന്നു. റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി 1 സീറ്റിൽ മത്സരിക്കുന്നു. ഫോർവേഡ് ബ്ലോക്ക് 23 സീറ്റിൽ മത്സരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI 17 സീറ്റിൽ മത്സരിക്കുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടി 16 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. അവരുടെ കൂടെ തന്നെയുള്ള അലയൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നൗസാദ് സിദ്ദിഖി എന്ന നിലവിലുള്ള ബംഗാളിലുള്ള MLA കൂടിയായ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട്, അവരുടെ സെക്യുലർ ഫ്രണ്ട് എന്നുള്ള പാർട്ടി 29 സീറ്റിൽ മത്സരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ സാഹചര്യമാണ് ബംഗാളിലുള്ളത്. ഈ സിദ്ദിഖിയുടെ പാർട്ടിയുമായിട്ട് CPM കൈകോർത്തതും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI 1 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ലെനിനിസ്റ്റ് ലിബറേഷൻ 9 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. വെസ്റ്റ് ബംഗാൾ സോഷ്യലിസ്റ്റ് പാർട്ടി 1 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. ഒരിടത്ത് സ്വതന്ത്രരെ CPM പിന്തുണക്കുന്നുണ്ട്. ഇതാണ് അവിടെ ഒരു സഖ്യം എന്നുള്ളത്. ഇത് വലിയൊരു സഖ്യമാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ സഖ്യം വിജയത്തിലെത്തുമോ, ഇത് സീറ്റുകൾ നേടിയെടുക്കുമോ, എത്ര ശതമാനം വോട്ട് നേടുമെന്നുള്ള ചോദ്യമൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഭാവിയിൽ ഇതേ സഖ്യമായിട്ട് തന്നെ തുടരുകയും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുമ്പോട്ട് പോവുകയും ചെയ്താൽ അത് ഭാവിയിൽ ബംഗാളിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറ്റാനുള്ള സാധ്യതയായിട്ട് മാറാവുന്നതാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ അത് CPMനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി ഭവിക്കാനുള്ള സാധ്യത ഭാവിയിലേക്ക് ഉണ്ടാവും എന്ന് തന്നെ നമ്മൾ നിരീക്ഷിക്കേണ്ടി വരുന്നു. അങ്ങനെ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി അലയൻസുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ തമിഴ്നാടിനെ പോലെയുള്ള ഒരു സാഹചര്യം അവിടെയില്ല. തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് നേരിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. BJP ആണ് എതിർപക്ഷത്ത്. മറ്റൊരു കാര്യം, കോൺഗ്രസ് സ്വന്തം നിലക്കും 294 നിയമസഭാ മണ്ഡലത്തിലും മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസിനും വെസ്റ്റ് ബംഗാളിൽ നിലവിൽ MLA മാരൊന്നുമില്ല. അവരും എല്ലാ സീറ്റിലും മത്സരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഇടതുപക്ഷം ഒരു ശക്തമായ തിരിച്ചുവരവിനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ അത് എത്രത്തോളം സാധ്യമാകുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ അവർ അവിടെ സംഘടനാ സംവിധാനം പുനർനിർമ്മിക്കുകയും പുതിയ യുവ തലമുറയെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുകയും
അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ സ്ഥാനാർത്ഥികളാക്കി നിർത്തുകയും അവർ പ്രചരണം നടത്തുകയും അവർ ജനങ്ങളെ കണ്ടു വോട്ട് അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. BJP സാധ്യതകളെ അവിടെ നിന്നും ഇല്ലാതാക്കണമെങ്കിൽ ഒരു ലെഫ്റ്റിന്റെ തിരിച്ചുവരവ് അവിടെ അനിവാര്യമാണ് എന്ന് ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ആണ് BJPക്കെതിരെ വിജയിക്കേണ്ടവർ എന്നുള്ള നയം ബംഗാളി ജനതയും ന്യൂനപക്ഷവും സ്വീകരിച്ചാൽ വീണ്ടും തൃണമൂൽ തുടരാൻ തന്നെയാണ് സാധ്യത. മറ്റുള്ള സാഹചര്യമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം പരമാവധി വർഗീയതയും അല്ലെങ്കിൽ വിദ്വേഷവും ഒക്കെ പടർത്തിക്കൊണ്ട് പരമാവധി വോട്ട് പിടിച്ച് അധികാരത്തിലെത്തുക എന്ന, ബംഗാൾ പിടിക്കുക എന്ന അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യത്തിലേക്ക് അവർ കഠിനമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ SIR പ്രക്രിയയിലടക്കമുള്ള വലിയ വോട്ട് നഷ്ടപ്പെടൽ പോലെയുള്ള കാര്യങ്ങൾ BJPക്ക് ചെറിയ രീതിയിലെങ്കിലും ഗുണകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എങ്ങനെ നോക്കിയാലും ഒരു അധികാരത്തിലെത്താനുള്ള നമ്പറിലേക്ക് BJPക്ക് നിലവിലുള്ള അവസ്ഥയിൽ ബംഗാളിൽ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയും തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു മേധാവിത്വം തുടരാനുള്ള സാധ്യതകൾ തന്നെയാണ് കൂടുതൽ ഉള്ളത്.